വിജയ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് 1980-90 കാലഘട്ടത്തിൽ നമ്മൾ ഈ റോഡ് ഭരിച്ചുകൊണ്ടിരുന്ന ചേതക് എന്ന സ്കൂട്ടറിൻ്റെ പുതിയ മോഡൽ ഇലക്ട്രിക്. മുമ്പ് പെട്രോളായിരുന്നു, 2 സ്ട്രോക്ക് ആയിരുന്നു. അതിനെ നമ്മൾ ഇലക്ട്രിക്കിലേക്ക് മാറി അതിൻ്റെ പുതിയ ഒരു വെർഷനാണ് നമ്മൾ ഇതിനെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടി അപേക്ഷിച്ചിട്ട് നമുക്ക് കൂടുതൽ പെട്രോൾ സ്കൂട്ടർ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ഒരു 30-40 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സ്കൂട്ടറിനെ അപേക്ഷിച്ച് വരുമ്പോൾ തുച്ഛമായ പൈസയ്ക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു 2 യൂണിറ്റ് ഒരു 7 രൂപ അല്ലെങ്കിൽ 14 രൂപ റീചാർജിൽ നമുക്ക് സാധാരണ ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നതിന് പകരം ഒരു 7-8 രൂപയ്ക്ക് 10 രൂപ താഴെ നമുക്ക് ഈ 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ദൂരം പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറിയ ഒരു വണ്ടിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് 2 മാസമായി. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നാണ് നമ്മൾ വീഡിയോ കുറച്ച് താമസിച്ചത്. ഇനി നമ്മൾ ചെറവറ എന്ന് പറഞ്ഞ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ 2 മോഡലിലാണ് വരുന്നത്. അർബൻ എന്ന് പറഞ്ഞൊരു മോഡലും പ്രീമിയം എന്ന മോഡലുമാണ് ഇപ്പം 2 മോഡൽ വണ്ടി വരുന്നത്. അപ്പോൾ ഈ വണ്ടി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നിന് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ഒന്നിന് ഡിസ്ക് ബ്രേക്ക് ഇല്ല. ഇതാണ് തിരിച്ചറിയാനുള്ള ഏക മാർഗം. പിന്നെ റേഞ്ചിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് വണ്ടിക്ക്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ള വണ്ടി പ്രീമിയം എന്ന് പറഞ്ഞ വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് തൊട്ടിട്ട് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റിൽ വരുന്നത് ടയർ വരുന്നത് നമുക്ക് 90-12 ടയറാണ്. ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. അലോയ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും. ബോഡി വരുന്നത് ഫൈബറും മെറ്റലും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഇതിലാണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ട് വരുന്നത് ഇത് മെറ്റലും മറ്റേത് ഈ മൺഗാർഡും ഇതും വൈസറും ഫൈബറാണ് വരുന്നത്. പിന്നെ LED ആണ് വണ്ടി ഡിസ്പ്ലേ. ഹെഡ്ലൈറ്റ് നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ ഇതിനകത്ത് പാർക്കിംഗ് ഡേ മോഡുണ്ട്, നൈറ്റ് മോഡുണ്ട്, 2 മോഡുണ്ട്. അപ്പോൾ അത് വ്യത്യാസമാണ്. ഇത് നൈറ്റിലിടുന്ന മോഡ്, ഇത് ഡേ മോഡ്. ഇങ്ങനെ 2 മോഡാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഹെഡ്ലൈറ്റ് പവർ വരുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ഹെഡ്ലൈറ്റിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ ഡിസ്പ്ലേ ആണെങ്കിലും നല്ല ക്യൂട്ടായിട്ട് കളർഫുള്ളായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പല കളറിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇപ്പം ചേതക്കിന് വന്നിരിക്കുന്ന പുതിയ മോഡലിന്. അപ്പം ഇതിന് നമുക്ക് ചാവിയില്ല. ചാവിക്ക് പകരം നമുക്കൊരു കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട് ഇവിടെ, റിമോട്ടിൻ്റെ താക്കോൽ പോലെ. ഇത് നമുക്ക് കീശിക്കാതെ ഇട്ടാൽ മതി. 1 മീറ്റർ ചുറ്റളവിൽ വെച്ചാൽ മതി. ഒറ്റ പ്രസ്. ഓണാകുമ്പോൾ തന്നെ നമുക്ക് ചേതക്കിൻ്റെ എംബ്ലം നമുക്ക് ഡിസ്പ്ലേ വരും. പിന്നെ ഒരു വെൽക്കം എന്നുള്ള ഒരു ഇതും വരും. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ന്യൂട്രൽ ലൈറ്റ് കത്തി കിടക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ റേഞ്ച് 60 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഇതിനകത്തുണ്ട്. 52% ഇപ്പം ബാറ്ററി ചാർജ് ഇപ്പം വണ്ടിക്കകത്തുള്ളത്. പിന്നെ ഡേറ്റ്, പിന്നെ അതിൻ്റെ അടിയിൽ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ട്, എത്ര കിലോമീറ്റർ ഓടിയത് എത്രയാണ്, അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 60 കിലോമീറ്റർ ഓടാനുള്ള ബാറ്ററി ചാർജിങ് ഉണ്ട്. നമുക്ക് ഫസ്റ്റിൽ വണ്ടി സൈഡ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഈ വണ്ടിക്ക് ന്യൂട്രൽ ലൈറ്റാണ് കത്തുന്നത്. അപ്പോൾ ഇവിടെ ന്യൂട്രൽ ലൈറ്റ് കത്തി കിടക്കും. നമ്മൾ ഈ സ്റ്റാൻഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഡ്രൈവ് എന്നുള്ളതിൻ്റെ ഓപ്ഷനാണ് ഡി എ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരും.
അതേപോലെ തന്നെ ഈ 6 എന്നുള്ള റിവേഴ്സ് പോകാനുള്ള ഗിയർ ഇടുന്നതിൻ്റെയാണ്. അപ്പോൾ അതിൽ ഒന്ന് ലോങ് പ്രൈസ് ചെയ്ത് റിവേഴ്സ് വരും. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് വീണ് കഴിഞ്ഞാൽ അന്നേരം വണ്ടി ന്യൂട്രലായി. ഇപ്പോൾ നമ്മൾ സൈഡ് സ്റ്റാൻഡ് നമ്മൾ വണ്ടിയുടെ തട്ടിക്കഴിയുമ്പോൾ സൈഡ് സ്റ്റാൻഡ് നല്ല സ്ട്രോങ് ആണ്. സൈഡ് സ്റ്റാൻഡ് തട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്നിട്ട് നമ്മൾ ഡ്രൈവിന് വേണ്ടിയാണെങ്കിൽ ജസ്റ്റ് ബ്രേക്കേൽ കൈ കൊടുക്കുക. ബ്രേക്കിൽ കഴിയത്തൊരു ഡി എയിൽ ഒറ്റ പ്രസ്. അപ്പോൾ നമുക്കിവിടെ ഡി എന്ന് പറഞ്ഞൊരു മോഡ് തെളിഞ്ഞു വരും. അത് ഡ്രൈവിങ്ങിനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനി ബ്രേക്കിൽ നിന്ന് കൈ എടുക്കുക, പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി മുമ്പോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ റിവേഴ്സാണ് വേണ്ടതെന്നുള്ളതെങ്കിൽ ഈ 6 എന്നുള്ള ബട്ടണുണ്ട്. ഈ 6 എന്നുള്ള ബട്ടണിൽ ലോങ് പ്രസ് ബ്രേക്ക് പിടിച്ചിട്ട് അപ്പോൾ ആ ഡി മാറിയിട്ട് 6 വരും. അപ്പം നമ്മൾ ഇപ്പം റിവേഴ്സ് വന്നു കഴിയുമ്പോൾ നമ്മൾ ബൈക്ക് ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുത്താൽ ബൈക്കോട്ടേക്ക് പോകും. അങ്ങനെയാണ് ഇതിനകത്തുള്ള ഓപ്ഷൻ വരുന്നത്. ഇപ്പം നമ്മൾ റിവേഴ്സ് ഗിയറിലാണെങ്കിൽ നമുക്ക് ന്യൂട്രൽ ആക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ ഇതിട്ട് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയറിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ന്യൂട്രലിലേക്ക് വന്നു. ഇപ്പോൾ നമ്മളിപ്പം മുമ്പോട്ടേക്കാണ് പോകുന്നതെങ്കിൽ മുമ്പോട്ടേക്ക് ഇപ്പം പോകണമെന്നുണ്ടെങ്കിൽ സൈഡ് സ്റ്റാൻഡ് തട്ടുക, അതേപോലെ ഡി എയിൽ ബ്രേക്ക് പിടിക്കുക, ഒറ്റ ഞെക്ക്. ഇപ്പോൾ റിവേഴ്സയിലാകുമ്പോഴത്തേക്ക് റിവേഴ്സയിൽ ലോങ് പ്രസ് ഞെക്കി റിവേഴ്സായി. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇതേപോലെ കട്ടിങ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങ് കയറി പോരും. ഇപ്പോൾ ചിലർക്ക് ചില സംശയമുണ്ട്, ഇപ്പം റിവേഴ്സ് ന്യൂട്രൽ ആക്കിയിട്ട് വേണോ ഡ്രൈവിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അല്ല, ഡ്രൈവ് മോഡിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒന്നും വേണ്ട. നമുക്ക് ഡ്രൈവ് മോഡിലൊന്ന് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് മോഡിലേക്ക് വരും, ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ന്യൂട്രൽ ആക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ഇതിനകത്ത് വേറെ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്, സോങ്സ് വെക്കാം നമുക്ക് യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള ഓപ്ഷനും കൂടെ ഈ വണ്ടിക്ക് അതുണ്ട്. അതിന് ടെറ്റ് ബൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. ടെറ്റ് ബൈക്ക് നമുക്ക് എടുക്കുന്നതിന് ചെറിയ എക്സ്ട്രാ 5 വർഷത്തേക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട്. അപ്പോൾ ആ പൈസ ടെറ്റ് ബൈക്ക് എടുക്കുമ്പോൾ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നോർമലിൽ വണ്ടിക്ക് 60 കിലോമീറ്റർ സ്പീഡാണ് കിട്ടുന്നത്. ടെറ്റ് ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ അത് 73 കിലോമീറ്റർ വരെ സ്പീഡ് കൂടുന്നുണ്ട്. കുറച്ചും കൂടെ പവർ ടെറ്റ് ബൈക്ക് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒറ്റ പ്രസ്സിങ് ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഓപ്പണായി. ഇപ്പോൾ നമ്മളിപ്പം ബേക്കിൽ ഡിക്കി ആണെങ്കിൽ നമ്മൾ ലോങ് പ്രസ് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഓപ്പണായി. ഇവിടെ ഒരു ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസും കുറച്ച് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ രാത്രിക്കാണെങ്കിലും പേടിക്കേണ്ട ചെറിയൊരു ലൈറ്റ് ഉണ്ട്. പിന്നെ ഡിക്കിയെ തന്നെയാണ് നമ്മുടെ ചാർജിങ് വരുന്നത്. ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെയുണ്ട്. ചാർജിങ്ങിൻ്റെ കേബിള് അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ നമുക്ക് സാധനങ്ങളൊക്കെ ഇപ്പം മീൻ വാങ്ങിക്കും അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തൂക്കിയിടാൻ വേണ്ടി ഒരു ഹുക്കുണ്ട്. അത് 3 കിലോ വരെ തൂക്കിയിടാം. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ ഞെക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഹുക്ക് തന്നെ തുറന്ന് വരും. അപ്പോൾ ഈ ഹുക്കിലൊരു 3 കിലോ തൂക്കം വരെ നമുക്കിവിടെ തൂക്കിയിടാം. ഇതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് നമ്മൾക്ക് വലത്തെ സൈഡിലെ ഇപ്പുറത്തെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ലൈറ്റ് ഇടത് സൈഡിലെ ഇങ്ങേ സൈഡ്. പിന്നെ LED ആണ് ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഇവിടെ 2 സൈഡിലും വരുന്നുണ്ട്. ബ്രേക്ക് പിടിക്കുമ്പോൾ 2 സൈഡിലും ലൈറ്റ് കത്തുന്ന രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒറ്റ പ്രസ്സിന് ഇൻഡിക്കേറ്റർ ഓണായി. അപ്പോൾ നമ്മളിപ്പോൾ ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്താൽ മതി ഇൻഡിക്കേറ്റർ ഓഫ് ആക്കാൻ. അതേപോലെ തന്നെയാണ് നമുക്ക് ഇടത്ത് സൈഡിൽ ഇൻഡിക്കേറ്ററും ഓൺ ആക്കുമ്പോൾ ഒറ്റ പ്രസ്സിൽ ഓണ്. അതേപോലെ അവിടെ തന്നെ ഒന്നും കൂടെ പ്രസ് ആക്കിയാൽ ഇത് ഓഫായി. ഇതാണ് വരുന്നത്. പിന്നെ ഹോൺ നല്ല പവർ ഹോണാണ് വരുന്നത്. പിന്നെ ഡിമ്മും ബ്രൈറ്റും, അത് സ്റ്റാർട്ടിങ്ങിൽ ഡ്രൈവ് മോഡിൽ ഡിമ്മും ബ്രൈറ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഹെഡ്ലൈറ്റ് ഓണാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഇവിടെ ഡിമ്മ് ബ്രൈറ്റ്, ഇത് ബ്രൈറ്റിനാകുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തി. ബ്രൈറ്റ് ഓഫ് ആക്കുമ്പോഴത്തേക്ക് അത് ഡിമ്മിലായി. ഇവിടെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും ഇവിടെ തന്നെ ഞെക്കിയിട്ടിട്ട് ഡിമ്മും ബ്രൈറ്റും മാറ്റാം. പിന്നെ ഇത് മോഡ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് സ്വിച്ച് വരുന്നതാണ്. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ഇപ്പം ഡിസ്പ്ലേക്കകത്ത് ബ്ലൂടൂത്ത് സെറ്റിങ്സ് അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്ത് ഞെക്കുമ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒക്കെ ഇതുണ്ട്. അപ്പോൾ പിന്നെ അതിനകത്ത് പിന്നെ അടുത്ത പറഞ്ഞാൽ സെറ്റിങ്സ് ഉണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് ഓരോ ഓപ്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിത് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ബാക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ആവും. ഇവിടെ നമുക്ക് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് കൂടുതൽ ഷോറൂമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും. നമുക്ക് സെയിൽസ് ബജാജിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാണ്. സർവീസ് ഇപ്പം കണ്ണൂർ മാത്രമേ ഉള്ളൂ. അതിപ്പം കാലക്രമേണ ബാക്കിയുള്ള സ്ഥലത്തേക്കെല്ലാം പതുക്കെ വരും. നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പെട്രോളിനെ അപേക്ഷിച്ച്
പെട്രോൾ വണ്ടീനെ അപേക്ഷിച്ച് വരുമ്പോൾ നമുക്ക് ഒരു ദിവസം 100 രൂപയുടെ എണ്ണയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് 7 രൂപ 8 രൂപയുടെ കറണ്ട് ബില്ലിൽ നമുക്ക് ഈ 100 രൂപയുടെ സ്ഥലം യാത്ര ചെയ്യാം. പിന്നെ മെയിനായിട്ട് 5 വർഷം 70,000 കിലോമീറ്റർ വരെ ബജാജ് ഈ വണ്ടിക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ചെറിയ പൈസയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടി അപേക്ഷിച്ച് നമുക്ക് അതിൻ്റെ ഒരു 5-1 6-1 എക്സ്പെൻസിൽ നമുക്ക് വണ്ടി ഉപയോഗിക്കാം. അതാണ് ഇലക്ട്രിക് വണ്ടിയുടെ മെയിൻ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തുള്ള ബജാജിൻ്റെ സർവീസ് സെൻറ്ററിൽ പോവുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ബജാജിൻ്റെ പേരാവൂർ സർവീസ് സെൻറ്ററിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടീനെ പറ്റി കൂടുതൽ അറിയാൻ ബജാജിൻ്റെ പേരാവൂർ ഷോറൂം സന്ദർശിച്ചാൽ മതി. അപ്പോൾ ഇവിടുന്ന് എല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് 10-30 വണ്ടി ഇപ്പം നമ്മുടെ ഈ പേരാവൂർ ലൊക്കാലിറ്റിയിലായി. അപ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, കയറ്റം കയറുമോ വലിയുണ്ടോ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട ഹിൽ ഏരിയയിലൊക്കെ വണ്ടി കയറി ഇറങ്ങി കസ്റ്റമേഴ്സൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ള ഈ ഇലക്ട്രിക് ബജാജ് ചേതക്ക് എടുത്ത കസ്റ്റമേഴ്സിനോട് ചോദിച്ചാൽ അറിയാം കയറ്റം കയറുന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയും അവരുടെ റിവ്യൂവിനെ പറ്റിയിട്ടൊക്കെ അവർ പറഞ്ഞു തരും. നോർമൽ 60 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോവാണ്. ടെറ്റ് ബൈക്ക് എടുത്ത വണ്ടിക്ക് 73 കിലോമീറ്റർ സ്പീഡ് വരെ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടി ഏതിനെ അപേക്ഷിച്ച് സസ്പെൻഷൻ ബജാജിൻ്റെ വണ്ടിക്കുന്ന കാറിൽ പോകുന്ന യാത്രാ സുഖമാണ്, കുലുക്കം തീരെ കുറവാണ്. ഫ്രണ്ടാണെങ്കിലും ബേക്കാണെങ്കിലും അതാണ് എല്ലാവരും പറയുന്ന ഒരു മേന്മ. ചെറിയ കട്ടറുള്ള റോഡ് ഓഫ് റോഡിൽ കൂടെ ആണെങ്കിലും വണ്ടി നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെ റിവേഴ്സ് ഗിയർ വന്നത്. നിങ്ങൾക്ക് ചേതക്കിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ വണ്ടീനെ കഴിപ്പ് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ബജാജിൻ്റെ സർവീസ് സെൻറ്ററിൽ പോകാം. നമ്മൾ പേരാവൂരാണ് സ്ഥലം, പെരുമുന്ന. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടീനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്നെക്കാളും എക്സ്പേർട്ടുള്ള ആൾക്കാർ ഇവിടെയുണ്ട് പറഞ്ഞു തരാൻ. അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.